ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ട്രഷർ ഹണ്ടിങ് ഇൻവെസ്റ്റിഗേഷൻ മൂവി അങ്ങനെയുള്ള കഥകൾ കേൾക്കാനായിട്ട് ഭയങ്കര രസമാണല്ലേ. എന്നാൽ ഹോളിവുഡിലും കൊറിയയിലും ഇതൊക്കെയാണ് ഗംഭീരമായിട്ടുള്ള അങ്ങനെയുള്ള മൂവികൾ കണ്ടത്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഒരു ഗംഭീര ട്രഷർ ഹണ്ടിങ് മൂവി ഇറങ്ങിയിട്ടുണ്ട്. ആ മൂവിയുടെ പേരാണ് അവനെ ശ്രീമൻ നാരായണ. ഗംഭീര മൂവിയാണ്, ഒരിക്കലും നിങ്ങൾ ഇത് മിസ്സാക്കരുത്. അതുപോലെ തന്നെ വലിയൊരു നിധി ഇത് തേടിക്കൊണ്ട് ഇതിന്റെ പിന്നാലെ 7 അടി പൊക്കമുള്ള ഒരു വലിയ രാക്ഷസൻ, അതുപോലെ തന്നെ അവന്റെ അനിയൻ, രണ്ടുപേരും തമ്മിൽ ചെറിയൊരു ഇന്നർ വാർ നടക്കുന്നുണ്ട്. ഈ സമയത്താണ് ക്രൂക്കഡ് ആയിട്ടുള്ള കുറുക്കം ബുദ്ധിയുള്ള ഒരു പോലീസുകാരൻ ഈ നാട്ടിലേക്ക് വരുന്നത്, അതായത് അമരാവതിയിലേക്ക്. ആ അമരാവതിയിലേക്ക് ഈ ഇൻസ്പെക്ടർ എന്തിനായിരിക്കും വന്നിട്ടുണ്ടാവുക? എന്തായാലും അവന്റെ പേരാണ് ശ്രീമൻ നാരായണ. അപ്പൊ ആ കഥയിലേക്ക് പോയല്ലേ, കഥയുടെ ശരിക്കും ഈ മായാ ലോകത്തിലേക്ക്. വർഷം 1980 കാലഘട്ടം. അമരാവതി എന്ന കർണാടകയിലെ ഒരു പ്രദേശം. അതിലൂടെ ഒരു നാടകക്കാരുടെ വാഹനം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു കൂട്ടം കൊള്ളക്കാർ ആ വാഹനത്തെ വെടിവെച്ചിടുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവരെ വെടിവെച്ചിട്ട ആ ഒരു കൊള്ള സംഘത്തെയാണ്. എന്നാൽ അതൊരു സാധാരണ കൊള്ള സംഘമായിരുന്നില്ല. ഇവരാണ് അബീരകൾ. അമരാവതിയെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന 7 മലകളും അടക്കി വാഴുന്ന അബീരകൾ. ഈ അബീരകൾ എന്തിനാണ് ഇപ്പൊ ഈ നാടകക്കാരെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അതായത് ഗവൺമെന്റ് ഇവിടുന്ന് കൊണ്ടുപോകാൻ നിന്നിരുന്ന ഒരു വലിയ സ്വർണ്ണശേഖരമുണ്ട്. അതിൽ ഈ അബീരയുടെ നേതാവായിട്ടുള്ള രാമരാമയ്ക്ക് കണ്ണുണ്ടായിരുന്നു. എന്നാൽ അതിനു മുന്നേ നാടകക്കാര് ഇത് അടിച്ചു മാറ്റി. എന്തായാലും ഒരു കസാരയിട്ട് ഇരുന്ന് അതിരുന്ന് കുറെ ഷോ എല്ലാം നടത്തി ഇവരെ കുറെ പേടിപ്പിച്ചതിന് ശേഷം ഇവരെല്ലാവരും വെടിവെച്ച് കൊന്നുകളയാണ്, ഒരാൾ ഒഴികെ, ഒരു ബാൻഡ് മാസ്റ്റർ. കാരണം ഈ ബാൻഡ് മാസ്റ്റർ ഇവരുടെ കൂട്ടത്തിലുള്ള ആളല്ല. ഇതെല്ലാം കഴിഞ്ഞ് ഇവരുടെ ആ ഒരു വാഹനം തുറന്നു നോക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ സ്വർണം ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഇവരെല്ലാവരും കൊന്നുകളഞ്ഞത്. എന്നാൽ വാഹനം തുറന്നു നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു തരി പോലും സ്വർണ്ണമില്ല. ആകെ വിരളി പിടിച്ച രാമ തിരിച്ചു വരികയാണ്. അവസാനം പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളോട് സത്യം പറഞ്ഞോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നു പറയാണ്. അങ്ങനെ ജീവൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ ഒരു കാര്യം അവസാനമായിട്ട് പറയാണ്, രാമ ഋച്ചു തൈത്രമത ചാരിത. ഇതെന്താണ് ഇയാൾ പറഞ്ഞതെന്ന് ഈ രാമരാമയ്ക്ക് ഒരു കാര്യം പിടികിട്ടുന്നില്ല. അതുപോലെ കാലി പോണ്ട ഈ ഒരു മനുഷ്യൻ അവിടെ കിടന്ന് അലറി വിളിക്കുകയാണ്, ഈ നാടകക്കാരുടെ കുടുംബത്തെ ഒരാൾ പോലും ഇല്ലാതെ എല്ലാത്തിനെയും ഞാൻ കൊന്നുകളയെന്ന് പറയാണ്. അങ്ങനെ ആ ഒരു കുടുംബത്തെ തേടിക്കൊണ്ട്, ആ ഒരു നിധിയെ തേടിക്കൊണ്ട് രാമ കുറച്ചുനാൾ അലഞ്ഞു. പക്ഷേ നാടകക്കാരുടെ ആ ഒരു കുടുംബത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അതുപോലെ തന്നെ ആ ഒരു നിധിയും. അങ്ങനെ മരണക്കിടക്കയിൽ കിടക്കുന്ന രാമ എല്ലാവരെയും വിളിച്ചു. ഇനി ആരാണ് മരണശേഷം ആ സിംഹാസനത്തിൽ ഇരിക്കേണ്ടത്, അബീരകളുടെ രാജാവായിട്ട്? ഒരാൾക്കും അർഹതയില്ല എന്ന് ഇപ്പൊ രാമ പറയാണ്. കാരണം നാടകക്കാരുടെ കുടുംബത്തെ അവരെ കണ്ടുപിടിച്ചില്ല, അതുപോലെ തന്നെ ആ ഒരു നിധി ഇതും കണ്ടുപിടിച്ചില്ല. അങ്ങനെ എല്ലാവരോടും പുറത്തേക്ക് പോകാൻ പറയാണ്. ഇപ്പൊ ഈ രാമയുടെ 2 മക്കളുണ്ട് അവിടെ. മൂത്തയാൾ ജയറാം, അതുപോലെ തന്നെ ദുഃഖാറാം. ഇപ്പൊ ജയറാം അച്ഛന്റെ ആ ഒരു സിംഹാസനത്തെ ചോദിക്കുകയാണ്, അതിന് അർഹതപ്പെട്ട ആള് ഞാനാണ്. എന്നാൽ അവന്റെ അച്ഛൻ അതിന് നിഷേധിക്കുകയാണ്. ദുഃഖാറാമിനാണ് ആ ഒരു മോതിരം കൊടുക്കുന്നത്. എന്നാൽ ദുഃഖാറാം ഇയാളുടെ ഭാര്യയിൽ ഉണ്ടായതല്ല, ഇവിടെ ഉണ്ടായിരുന്ന വേലക്കാരിയിൽ ഉണ്ടായ മകനാണ് ഈ ദുഃഖാറാം. അതുകൊണ്ട് തന്നെ ജയറാം ഒരിക്കലും ഈ ദുഃഖാറാമിനെ അവന്റെ അനിയനായിട്ട് അംഗീകരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഈ ഒരു കാര്യം ഒരിക്കലും ജയറാമിന് അക്സെപ്റ്റ് ചെയ്യാനും പറ്റിയില്ല. ഇപ്പൊ ദുഃഖാറാം അവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് രാമയുടെ അടുത്ത് ജയറാം മാത്രമാണ്. അങ്ങനെ പെട്ടെന്ന് ശ്വാസം മുട്ടല് രാമക്ക് കൂടുകയാണ്. അതുപോലെ തന്നെ ശ്വസിക്കാനായിട്ട് ഒരു മെഷീൻ ഉണ്ട്. അത് നോക്കുമ്പോൾ അത് കാണുന്നില്ല, അത് ജയറാമിന്റെ കയ്യിലായിരുന്നു. അവനത് കൊടുക്കുന്നില്ല. ഇതേ സമയത്ത് തന്നെ രാമ ജയറാമിനെ വിളിക്കുകയാണ്. ഒരുപാട് സങ്കടത്തോട് കൂടിയിട്ടാണ് ജയറാം ഈ ഒരു കാര്യം ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു മെഷീൻ രാമയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ രാമ അത് തട്ടി മാറ്റുകയാണ്. എന്നിട്ട് ജയറാമിന്റെ കൈ പിടിച്ച് പറയാണ്, എനിക്ക് നീ വാക്ക് തരണം, നിന്റെ അനിയൻ ദുഃഖാറാമിനെ നീ കൊല്ലാൻ പാടില്ല എന്ന്. അങ്ങനെ രാമ മരിച്ചു പോവാണ്. അതുപോലെ തന്നെ ജയറാം ദുഃഖാറാമിന്റെ അടുത്തേക്ക് എത്തുകയാണ്. അവനെ കൊല്ലുന്നില്ല, പകരം അവന്റെ വിരലുകൾ മുറിച്ചെടുക്കുകയാണ്. അധികാരത്തിന്റെ മോതിരെടുത്തു. അതുപോലെ തന്നെ ഇപ്പൊ അബീരകളുടെ മുന്നിൽ പോയിട്ട് പറയാണ്, ഒരിക്കലും ഞാൻ ഈ സിംഹാസനത്തിൽ ഇരിക്കില്ല. ആ നിധി അതുപോലെ തന്നെ ആ നാടകക്കാരുടെ മുഴുവൻ കുടുംബത്തെയും കിട്ടാതെ ഞാൻ ഇതിലിരിക്കില്ല. അങ്ങനെ 15 വർഷം ഇവരുടെ കൂടെ, ആ നാടകക്കാരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ബാൻഡ് മാസ്റ്റർ ഉണ്ട് കേട്ടോ. ഇയാൾക്ക് സത്യം പറഞ്ഞാൽ അന്ന് കണ്ട ആ ഒരു കൊലപാതകങ്ങൾക്ക് ശേഷം മൈൻഡ് ആകെ തെറ്റിപ്പോയിട്ടുണ്ട്. ഇയാൾ ആകെ പറയുന്നത് അന്ന് അവസാനമായിട്ട് ആ നാടകക്കാരൻ പറഞ്ഞില്ലേ, രാമ രിച്ചു തൈത്രമത ചാരിവ, അതുമാത്രമേ പറയുള്ളൂ. എന്തായാലും 15 വർഷങ്ങൾ കഴിഞ്ഞു. ഒരു രീതിയിലും ഈ നാടകക്കാരുടെ കുടുംബത്തെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, നിധിയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോ ഈ ജയറാം ഇതിന്റെ പിന്നാലെ ഭ്രാന്ത് പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആ നാടകക്കാരുടെ വാഹനം ഉണ്ടല്ലോ, അവിടെ ഒരു ലൈൻ ഇടുകയാണ്. ഇത് താണ്ടി ഒരാൾ അങ്ങോട്ടേക്കും പോകാൻ പാടില്ല, ഒരാൾ ഇങ്ങോട്ടേക്കും വരാനും പാടില്ല. അങ്ങനെ ഒരു നിയമം ജയറാം ഉണ്ടാക്കുകയാണ്. ഒരിക്കലും ഈ നിധി ആരുടെയും കയ്യിൽ കിട്ടാൻ പാടില്ല. അങ്ങനെ 15 വർഷങ്ങൾക്ക് ശേഷം ഇതേ സ്ഥലത്ത് ആ നാട്ടിലെ തന്നെ ഒരു ലോക്കൽ റിപ്പോർട്ടർ ആയിട്ടുള്ള ലക്ഷ്മി, അവളുടെ ക്യാമറമാൻ, രണ്ടുപേരും കൂടെ അവിടെ ഒരു കാര്യം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ നിധി തേടി കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ട്രഷർ ഹണ്ടർ വന്നിട്ടുണ്ട്. എന്നാൽ ഈ വീഡിയോ അവർ ഷൂട്ട് ചെയ്യുന്ന അതേ സമയം തന്നെ ട്രഷർ ഹണ്ടറിനെ ആരോ പിറകിൽ നിന്നും പൊക്കി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇതിനെക്കുറിച്ച് പരാതി കൊടുക്കാനായിട്ട് നാരായണ എന്ന ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് ഇവർ വരുന്നുണ്ട്. എന്നാൽ സാർ ഇപ്പോഴും സ്റ്റേഷനിലേക്ക് വന്നിട്ടില്ല എന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ ഒരു തിയേറ്റർ കാണിക്കുകയാണ്. അവിടെ പൂരെ മടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പോലീസുകാരൻ, അതായത് നാരായണ, ഇയാൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരെ അടിച്ച് ചുരുട്ടി എടുത്തുകൊണ്ട് എങ്ങോട്ടോ കൊണ്ടുപോവാണ്. ഇതേ സമയത്ത് തന്നെ ഈ സ്ഥലത്തിലെ അമരാവതിയിലെ ഒരു ബാർ കാണിക്കുകയാണ്. ഈ ബാർ നടത്തുന്ന ആള് കുറച്ച് വ്യത്യസ്തനാണ് കേട്ടോ. അവന്റെ പേര് കൗബോയ് കൃഷ്ണ. ഇവൻ പണ്ട് എപ്പോഴോ യൂറോപ്പിലോ അമേരിക്കയിലൊക്കെ പോയിട്ട് അവിടുത്തെ ആ ഒരു കൗബോയ് കൾച്ചർ ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്ന ആളാണ്.
അപ്പൊ ഇവന്റെ ബാറിൽ പലതരം മത്സരങ്ങൾ നടത്തും. അപ്പൊ ആ ഒരു മത്സരത്തിൽ നല്ല ആക്യുറേറ്റ് ആയിട്ട് വരുന്ന ആൾക്ക് കള്ളും ബിയറൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. അതായത് ഉന്നം നോക്കി വെടിവെക്കുന്ന പരിപാടി തന്നെ. ഒരു ഗ്ലാസിന്റെ കുറച്ച് പരിപാടി ഉണ്ട്. അതുപോലെ തന്നെ ചലിക്കുന്ന ഒരു കുതിരക്കാരന്റെ ചെറിയൊരു ശിലയുണ്ട്. ഇതിനൊക്കെ ഷൂട്ട് ചെയ്യലാണ്. എന്നാൽ ആ ശിലയിൽ ഇതുവരെയായിട്ടും ആരും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇതേ സമയത്താണ് ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ട ഒരു 4 ആൾക്കാർ ഉള്ളിലേക്ക് വരുന്നത്. ആരാടാ നിങ്ങളൊക്കെ? നിങ്ങൾ ആരെ ഉള്ളിലേക്ക് വിട്ടെന്ന് ചോദിക്കണം. അവരെ ഉള്ളിലേക്ക് വിട്ടത് ഞാനാണെന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ പുറത്ത് നിൽക്കണ്ടായിരുന്നു. ഇവൻ തന്നെ നമ്മുടെ കഥാനായകനായിട്ടുള്ള ശ്രീരാമനാരായണ. അല്ല, നിന്നെ പോലെയുള്ള പോലീസുകാർക്ക് ഇങ്ങോട്ട് പ്രവേശനം ഇല്ലാന്ന് ആ ആള് പറയുന്ന സമയത്ത് ഓ അതിനെന്താ, ആ ബോർഡ് എടുത്ത് മാറ്റിയാ പോരെ. ഇതും പറഞ്ഞുകൊണ്ട് നാരായണ നേരെ ഉള്ളിലേക്ക് കയറുകയാണ്. ഒരു പേടിയും കൂടാതെ അവിടെ ഇരിക്കുകയാണ്. ആള് ഭയങ്കരമായിട്ട് മാസ് കാണിക്കണം. പക്ക ഒരു കോമഡി പീസാണ് കേട്ടോ. മാത്രമല്ല ഇവൻ വലിയ കാര്യത്തിൽ പറയാണ്, ആ ട്രഷർ ഹണ്ടിനെ ഒരാൾ തട്ടിക്കൊണ്ടുപോയിരുന്നില്ലേ, ആ 4 പേര് ഇതാണ്. അതായത് ഇപ്പൊ ചങ്ങലയിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നാരായണ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് മറ്റാരുമല്ല, ജയറാമിന്റെ ആൾക്കാരെയാണ്. ഇത് കേട്ടപ്പോ ബാറിലുള്ള എല്ലാവർക്കും സന്തോഷമാണ്. ജയറാമിന്റെ ആൾക്കാരോ? അപ്പൊ ഇവൻ ഭയങ്കര ധൈര്യശാലി തന്നെ. ഇതൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇവനൊരു ട്രീറ്റ് കൊടുക്കണം. ഭയങ്കര ഗംഭീരമായിട്ടുള്ള ട്രീറ്റ്. ഇതെല്ലാം കഴിഞ്ഞ സമയത്താണ് അങ്ങോട്ടേക്ക് ലക്ഷ്മി വരുന്നത്. ലക്ഷ്മി വന്നിട്ട് ഈ നാരായണ വിളിക്കണം, ടാ മണ്ട, നീ എന്താടാ കാട്ടിയത്? നീ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് മറ്റാരുമല്ല, ആ ഒരു ട്രഷർ ഹണ്ടറിന് വേണ്ടിയിട്ട് ദുഃഖാറാം അയച്ച പ്രൊട്ടക്ടേഴ്സിനെയാണ്, അതായത് ബോഡി ഗാർഡിനെയാണ്. ട്രഷർ ഹണ്ടറിനെ നേരത്തെ തന്നെ ആൾക്കാർ കൊണ്ടുപോയി, മര്യാദക്ക് അവരെ വിട്ടയച്ചെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അവിടെ നിന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ നാരായണയുടെ ആ ഒരു പണി വാളുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും അവന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ നമ്മളെ പറ്റിക്കാൻ നോക്കിയായിരുന്നല്ലേ, ഇഡ്രാ കാശ് എന്ന് പറയാണ്. ഇത്രയും നേരം ഫ്രീ ആയിട്ട് മോന്തിയില്ലേ, ഉള്ള കാശ് എടുത്ത് മുഴുവൻ കൊടുത്തിട്ടും പകുതി പോലും ആകുന്നില്ല. ഇതേ സമയത്ത് നാരായണ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ശിലയുണ്ടല്ലോ, ഇതിലേക്ക് നോക്കി ഒരൊറ്റ പൊട്ടിക്കലാണ്. കറക്റ്റ് ഉന്നം, അതും വളരെ സിമ്പിൾ ആയിട്ട്. ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ കൗബോയ് കൃഷ്ണ ഉണ്ടല്ലോ, തലയാട്ടാണ് ഫ്രീ കൊടുത്തേക്കുന്നത്. സോ കൊടുത്ത കാശ് മുഴുവനും ഇപ്പൊ നാരായണക്ക് തിരിച്ചു കിട്ടുകയാണ്. അതുപോലെ തന്നെ ആ ഒരു ഡോർ തുറന്ന് അവൻ പുറത്തേക്ക് പോകുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ അമരാവതിയുടെ ചരിത്രം ഉണ്ടല്ലോ, അത് അവൻ വന്നതിന് ശേഷവും അതുപോലെ തന്നെ അവന് മുന്നേയും എന്നായിരിക്കും എഴുതപ്പെടാൻ പോവുക. അപ്പൊ അവിടെയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ആരാണ് അവൻ? ഇപ്പൊ അവന്റെ തൊപ്പിയൊക്കെ നൂരി ഒന്ന് കുനിഞ്ഞ് അവനെ ശ്രീരാമൻ നാരായണ. ഒരു ഭയങ്കര ഡയലോഗ് കേട്ടോ, ഭയങ്കര രസമാണ് അത് കേൾക്കാൻ. അതാരാണ്? ഇയാൾ തന്നെയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോണ്ട് ഒരു 10-100 ആൾക്കാർ ഗണ്ണും പിടിച്ചു നിൽക്കുന്നത്. അതുപോലെ തന്നെ കസാര ഇട്ടുകൊണ്ട് ഒരുത്തൻ അവിടെ ഇരിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ദുഃഖാറാമാണ്, ജയറാമിന്റെ അനിയൻ. അബീരാക്കോട്ടയിൽ നിന്ന് അവൻ അന്ന് തന്നെ പുറത്താക്കിയിട്ടുണ്ട്. എന്നാൽ നാട്ടിലേക്ക് വന്നിട്ട് ഇവിടെ ചെറിയൊരു രാഷ്ട്രീയ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഈ ദുഃഖാറാം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ പൊളിറ്റിക്കലി ചെറിയൊരു പവറും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് ഈ ഒരു ദുഃഖാറാം. പക്ഷേ ഈ ഒരു നാടിന്റെ അധികാരം അത് എപ്പോഴും അബീരയുടെ കസാരയിൽ ആരാണ് ഇരിക്കുന്നത്, അവന് തന്നെയായിരിക്കും. സോ എപ്പോഴും ഈ 2 പേർക്കും ആഗ്രഹം ആ കസാരയിൽ തന്നെ ഇരിക്കാനാണ്. ആ കസാര കിട്ടാൻ പോകുന്ന ആർക്കാണ്? ഈ നാടകക്കാരുടെ കുടുംബത്തെ കണ്ടുപിടിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ആ ഒരു നിധി കണ്ടുപിടിക്കുന്നവർക്ക്. എന്തായാലും ആ ഒരു നിധി കണ്ടുപിടിക്കാനായിട്ട് ദുഃഖാറാം ഒരു ട്രഷർ ഹണ്ടറെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അയാൾക്ക് ബോഡി ഗാർഡായിട്ട് പോയ 4 ആൾക്കാരെയാണ് ഇപ്പോ ഈ നാരായണ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ തക്കത്തിനാണ് ട്രഷർ ഹണ്ടറെ മറ്റാരോ തട്ടിക്കൊണ്ടുപോയത്. അപ്പൊ പിന്നെ നമ്മുടെ നാരായണക്ക് പണിഷ്മെന്റ് കിട്ടാതിരിക്കോ? ഇല്ല. എന്തായാലും നാരായണ ചിരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, സാറേ കൊല്ലരുത്, വെറുതെ വിടണമെന്ന്. ഇതേ സമയത്ത് തന്നെ ഈ ദുഃഖാറാം ഒരു പേപ്പറും പേനയും എടുത്ത് അവനോട് ഒരു കാര്യം എഴുതാൻ വേണ്ടി പറയാണ്. മിസ്റ്റർ കൗബോയ് കൃഷ്ണ, ഇന്നേക്ക് 4-ാം ദിവസം ട്രഷർ ഹണ്ടർ എന്ന ആ ഒരു മനുഷ്യനെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ 4 ദിവസങ്ങൾക്ക് ശേഷം വളരെ ക്രൂരമായും ബ്രൂട്ടലായിട്ടും നിങ്ങൾക്ക് എന്നെ കൊല്ലാം എന്ന് നാരായണ. ഇതെന്തിന് ഈ കത്ത് ഇങ്ങനെ എഴുതുന്നതെന്ന് നാരായണ ചോദിച്ചപ്പോ, അല്ല കൗബോയ് കൃഷ്ണയെ കുറിച്ച് നിനക്കൊന്നും അറിയില്ലേ? എനിക്കറിയാന്ന് പറയാണ്. അതായത് കൃഷ്ണയുടെ ആ ഒരു ബാർ ഉണ്ടല്ലോ, അവിടെ ഒരു പാൽപ്പെട്ടി ഉണ്ട്. അതിന്റെ ഉള്ളിലേക്ക് 101 രൂപയും ഇതുപോലൊരു കത്തുമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കത്തിൽ എന്താണോ പറയുന്നത് അത് കൗബോയ് കൃഷ്ണയുടെ ആൾക്കാർ അതുപോലെ തന്നെ ചെയ്യും. അതായത് നാരായണ അവന് വേണ്ടിയുള്ള കൊലച്ചോറ് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയത്. 4 ദിവസത്തിനുള്ളിൽ അവൻ ആ ഒരു ട്രഷർ ഹണ്ടറെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ അവനെ ഈ കൗബോയ് കൃഷ്ണയുടെ ആൾക്കാർ എന്നെ കൊന്നുകളയും. അതാ ശരിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദുഃഖാറാം അവിടുന്ന് പോവാണ്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോ നമ്മുടെ നാരായണ ഒന്ന് ചിരിക്കാണ്. മണ്ടൻ ദുഃഖാറാം ആ കത്തിലേക്കൊന്നും നോക്കിയില്ല. കാരണം ആ കത്തിൽ നമ്മുടെ നാരായണ വേറൊരു കാര്യമാണ് എഴുതിയിട്ടുള്ളത്. നമ്മുടെ ലക്ഷ്മി അതുപോലെ തന്നെ അവരുടെ ആ ഒരു പത്രം, അവളുടെ ആ ഒരു പത്രം നമ്മുടെ നാരായണയെ കുറിച്ചും അതുപോലെ തന്നെ കാണാതായ ആ ഒരു ട്രഷർ ഹണ്ടറിനെ കുറിച്ചും ഇന്ന് ന്യൂസ് എഴുതാൻ വേണ്ടി പോവാണ്. അങ്ങനെ ന്യൂസ് എഴുതിയ ആ ഒരു വാൻ അത് തട്ടിക്കൊണ്ടുപോകാനാണ് അല്ലെങ്കിൽ കടത്തിക്കൊണ്ടുപോകാനാണ് നമ്മുടെ നാരായണ കൗബോയ് കൃഷ്ണയ്ക്ക് കൊട്ടേഷൻ കൊടുത്തത്. എന്തായാലും കൃഷ്ണയുടെ ആൾക്കാർ പറഞ്ഞ ആ ഒരു പണി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രാവിലെ ആയപ്പോൾ നമ്മുടെ നാരായണ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ആയിട്ടുള്ള അച്യുതണ്ണൻ നമുക്ക് അച്യുതണ്ണൻ എന്ന് പറയാം, 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നല്ല നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ലക്ഷ്മി വരികയാണ്, ഞങ്ങളുടെ വണ്ടി കാണാതായി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഒരാൾ പറയുന്നത്, എന്റെ അമ്മ പറഞ്ഞു അവിടെ ഒരു വാന് കിടക്കുന്നുണ്ട്. എവിടെയാ? ആ മലയുടെ താഴ്വാരത്തിലായിട്ട്. കണ്ടോ ലക്ഷ്മി അവർകളെ. അങ്ങനെയാട്ടോ നമ്മുടെ നാരായണ ലക്ഷ്മി വിളിക്കുക, ലക്ഷ്മി അവർകളെന്ന്. നിങ്ങൾ കേസുമായിട്ട് വന്നപ്പോഴേക്കും പോലീസുകാർ കണ്ടോ, അത് കണ്ടുപിടിച്ചു. അത്രയും നമ്മൾ ആക്റ്റീവാണ്. ഉള്ളത് പറയുകയാണെങ്കിൽ ഇവരുടെ വാഹനം കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് ഇടിയിപ്പിച്ചത് തന്നെ നമ്മുടെ നാരായണയുടെ കൊട്ടേഷൻ അനുസരിച്ചാണ്. എന്തായാലും ഇവർ നേരെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അതായത് നാരായണയ്ക്ക് ഒരിക്കലും ഈ പത്രം നാട്ടുകാരുടെ കയ്യിൽ കിട്ടരുത് എന്നുണ്ട്. എന്തായാലും അങ്ങോട്ടേക്ക് പോയിട്ട് ഇവർ ഈ വാന് പരിശോധിക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ നിന്നും എന്തോ എന്നിട്ടുള്ള ശബ്ദം കേൾക്കുകയാണ്. പത്രക്കെട്ടുകളൊക്കെ മാറ്റി നോക്കുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ ദാണ്ടി കിടക്കുന്നു ആ ഒരു ട്രഷർ ഹണ്ടർ. ഇതേ സമയത്ത് തന്നെ ഈ പത്രത്തിന്റെ ഓണറായിട്ടുള്ള ബാലു ഇയാൾ കൂടി വന്നിട്ട് പറയണ, അയ്യോ സാറേ ഞാൻ അറിഞ്ഞതല്ലേ, ഇതൊന്നും ഞാൻ ചെയ്തതല്ല, പ്ലീസ് 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 ഇതിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കല്ലേ. അതായത് ഇയാൾക്ക് അറിയ പോലും ഇല്ല ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ ട്രഷർ
ഹണ്ടറെ ആരും ഒരാൾ കൊണ്ടുപോയിട്ട് കാര്യം. ഇതേ സമയത്ത് തന്നെ നാരായണ ചോദിക്കാണ് ട്രഷർ ഹണ്ടറോ എവിടെ, അയാളെ ഇവിടെ കാണുന്നില്ലല്ലോ. ഇപ്പൊ അച്ചുവണ്ണൻ പറയണം എടാ ദാണ്ടെ നിന്റെ കൺമുന്നിൽ തന്നെയല്ലേ ട്രഷർ ഹണ്ടർ. ഇപ്പൊ അവർ ഡോർ അടിച്ചിട്ട് പറയണ അച്ചുവണ്ണ ഈ വണ്ടിയുടെ ഉള്ളിൽ ആ ഒരു ട്രഷർ ഹണ്ടറെ കാണാനില്ലല്ലോ. കഥ എങ്ങനെയായിരിക്കണം എന്നറിയോ? അതായത് അബീരയുടെ കോട്ടയിലേക്ക് ചെന്ന് അവര് തട്ടിക്കൊണ്ടുപോയ ട്രഷർ ഹണ്ടറെ ഞാൻ കൊണ്ടുവന്നു, അങ്ങനെയായിരിക്കണം വാർത്ത. ഈ പറഞ്ഞതുപോലെ തന്നെ ലക്ഷ്മി ആ രീതിയിൽ വാർത്ത ഉണ്ടാക്കുകയാണ്. അവൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മുടെ നാരായണ വിചാരിച്ചതുപോലെയുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ നാട്ടുകാരിലേക്ക് മുഴുവനായിട്ട് എത്തിയിരിക്കുന്നത്. മിക്കവാറും അതിന്റെ ഉള്ളിലേക്ക് ഈ ട്രഷർ ഹണ്ടറെ കൊണ്ടുപോയിട്ടുണ്ടാവുക ഈ നാരായണ തന്നെ ആയിരിക്കണം. എന്തായാലും നാട്ടുകാർ മുഴുവൻ വായിക്കുന്ന വാർത്ത എന്താണ്? അബീരകളുടെ കോട്ടയിലേക്ക് ചെന്ന് ധീരനായിട്ടുള്ള നാരായണ ട്രഷർ ഹണ്ടറെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ ബാറിൽ പോയിട്ട് കുച്ചടിക്കാൻ തുടങ്ങുകയാണ്. കുച്ചടിച്ച് നമ്മുടെ നാരായണൻ അടുത്ത സമയത്ത് കോൺസ്റ്റബിൾ തള്ളിക്കോളെന്ന് പറഞ്ഞപ്പോൾ അച്ചുവണ്ണന്റെ ഭാഗത്തുനിന്ന് തള്ളൽ തുടങ്ങുകയാണ്. അങ്ങനെ ചെന്നു അവിടെയുള്ള ആൾക്കാരെ ഇടിച്ചിട്ടു മലത്തിയിട്ടു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ സമയത്തിന് ഒരു കൂട്ടം ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദൂരെ നിന്നെ വിളിക്കുന്നുണ്ട് വാന്ന് പറയാണ്. ഏത് ദൂരെ, ഞാൻ വരില്ലെന്ന് നാരായണ പറയാണ്. മാത്രമല്ല ആ ബാർ മുഴുവൻ പിന്നീട് അടിച്ച് പൊളിക്കുന്നുണ്ട്. അച്ചുവണ്ണനും നാരായണയും കൂടെ ഈ വന്ന ആൾക്കാരെ വിളിക്കാൻ വന്ന ആൾക്കാരെ അടിച്ചൊരു പരുവാക്കിയിടുന്നുണ്ട്. അവസാനം ഇവരോട് ചോദിക്കുകയാണ് അല്ല ദുരെ വിളിക്കുന്നെന്ന് പറഞ്ഞില്ലേ, ആരാണ് നിങ്ങളുടെ ദുരെ? ആ പേര് കേട്ടപ്പോ തന്നെ ആ ബാറിലുണ്ടായിരുന്ന എല്ലാവരും ഞെട്ടിത്തരിച്ചു പോവാണ്. ജയറാമോ? എന്നാ പിന്നെ നേരത്തെ പറയണ്ടായിരുന്നു. ഇപ്പൊ നാരായണ ഇവരുടെ കൂടെ ചെല്ലുകയാണ് നേരെ അബീര കോട്ടയിലേക്ക്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന പ്രധാന കാവൽക്കാരനായിട്ടുള്ള നർസി ഇവരെല്ലാവരും നോക്കിയിട്ട് പറയാണ് അല്ല നിങ്ങൾ ഇവനെയാണോ കൂട്ടിക്കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഇവൻ നിങ്ങളെയാണോ കൂട്ടിക്കൊണ്ടുവന്നത്? കാരണം എന്താ ഈ കൂട്ടാൻ പോയ ആൾക്കാരുടെ മുഖത്തൊക്കെ നല്ല പാട് കാണുന്നുണ്ട്, വെട്ടുകിട്ടിയ പാടാണ്. എന്തായാലും കോട്ടയുടെ ഉള്ളിലേക്ക് ഇപ്പൊ നാരായണ പോകുന്നതിന് മുന്നേ ഇവന്റെ കയ്യിലുള്ള എല്ലാത്തരം സാധനങ്ങളും പേഴ്സ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാർ മേടിക്കുന്നുണ്ട്. എന്നിട്ട് കൈ കെട്ടിയിട്ടാണ് കോട്ടയുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത്. ഇതേ സമയത്ത് തന്നെ അവിടെ ഒരു ആൾക്കൂട്ടത്തെ കാണുന്നുണ്ട്. നോക്കുമ്പോ എന്താ ഈ ജയറാം കൈ കൊണ്ട് ഒരുത്തനെ ഇടിച്ചിടിച്ചിടിച്ചൊരു പരിവാക്കുകയാണ്. ഇവിടെ നിന്നും രഹസ്യമായിട്ട് ഈ വിവരം ദുഃഖാറാമിന് ചോർത്തിയതിന്റെ പേരിലാണ്. അങ്ങനെ ഇടിച്ചൊരു പരിവാക്കി അവനെ കൊല്ലാനാക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾ പറയാണ് ജയറാം നിർത്ത്. ജയറാം അത് നിർത്തുകയാണ്. എന്നിട്ട് പ്രായമായിട്ടുള്ള അയാളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അയാളുടെ മുഖത്ത് നോക്കി പറയാണ് നിങ്ങൾ ചിലപ്പോ എന്റെ അച്ഛന്റെ വലങ്കൈ ആയിരിക്കും, വിശ്വസ്തനായിരിക്കും, പക്ഷേ എന്നോട് സംസാരിക്കുമ്പോൾ ശബ്ദം ഉയർത്തിയാൽ അതിലൊരു ഭീഷണി ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ ജയറാം പറയാണ് അവന്റെ ആ ഒരു ബോഡി മുന്നിൽ കൊണ്ടുപോയിട്ട് കൊടിമരത്തിൽ തൂക്കുകയാണ്. അത് വല്ലാത്തൊരു ശിക്ഷ തന്നെയാണ്. അവിടെ കിടന്ന് വാർന്ന് മരിക്കണം. അങ്ങനെ ജയറാം അവന്റെ ആ ഒരു സിംഹാസനത്തിന്റെ അടുത്തേക്ക് പോയി നിൽക്കുന്നുണ്ട്. അവിടെ അവന്റെ പ്രജകൾ എല്ലാവരും അതായത് അബീരകൾ എല്ലാവരും വന്ന് നിൽക്കുകയാണ്. എന്നാൽ ഇതുവരെയായിട്ടും ആ സിംഹാസനത്തിൽ അബീര ഇരുന്നിട്ടില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ അബീരകളെയും ഈ ജയറാം കണക്കിന് ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാടകക്കാരുടെ കുടുംബത്തെ കണ്ടുപിടിച്ചിട്ടില്ല, അതുപോലെ തന്നെ ആ നിധിയും കണ്ടുപിടിച്ചിട്ടില്ല. എന്തായാലും ഈ സമയത്താണ് നമ്മുടെ നാരായണയെ കൈ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. നാരായണ കിടന്ന് പരിങ്ങി കളിക്കാൻ തുടങ്ങുകയാണ്. സാറേ ഒരു അബദ്ധം പറ്റിപ്പോയി, നിങ്ങൾ കൊണ്ടുവന്ന ആ ട്രഷർ ഹണ്ടറെ എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ ഞാൻ കൊണ്ടുപോയി. പത്രക്കാർ പിന്നെ കുറച്ച് കൂടുതൽ പൊലിപ്പിച്ച് അതിനെക്കുറിച്ച് എഴുതിയതാണ്, തെറ്റെന്റെ ഭാഗത്തല്ല സാറേ. പിന്നെ വന്നപാട് തന്നെ വന്ന് കൈ തരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കൈ ഇങ്ങനെ കെട്ടിയതുകൊണ്ട് അതിന് പറ്റുന്നില്ല. പിന്നെ ജയറാം സാറേ ഈ കാര്യം ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്തത്, എന്റെ കൂടെ അച്ചുവണ്ണനും കൂടെ ഉണ്ടായിരുന്നു. കള്ളം നായി എന്നെ കൂടെ പെടുത്തിയല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അച്ചുവണ്ണനും അങ്ങോട്ടേക്ക് വരികയാണ്. ഇപ്പൊ രണ്ടുപേരുടെയും അടുത്തേക്ക് ജയറാം വരുന്നുണ്ട്. മാത്രമല്ല ഒരു ലക്കും ലഗാനും ഇല്ലാതെ നാക്കിനൊരു ലൈസൻസും ഇല്ലാതെ നാരായണ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെടിയാണ്, നല്ല വെടിയാണ്. എന്തായാലും ഇവരുടെ അടുത്തേക്ക് വന്ന ഈ ഒരു ജയറാം പറയാണ് നർസി ഇനി ഇവനൊരു അക്ഷരം മിണ്ടിയ കൊരവള്ളി അർത്ഥേക്കുന്നു. ടപ്പേ വായി മൂടാണ്, പിന്നെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. എന്നിട്ട് ജയറാം ഇവനെ നോക്കിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. എനിക്ക് രണ്ട് കാര്യം നിന്നോട് പറയാനുള്ളത്. ഇനി അഥവാ ആ ഒരു ട്രഷർ ഹണ്ടറെ ഞാനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നെങ്കിൽ ഇവിടെ നിന്നും അയാളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനുള്ള പവർ അത് നിനക്കില്ല. രണ്ടാമത്തെ കാര്യം, ഇനി അങ്ങനെ ഒരു വിഷയത്തിനെങ്ങാനും നീ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ബോഡി അത് മുൻഭാഗത്തെ ആ കൊടിമരത്തിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. ഇതേ സമയത്ത് തന്നെ ഈ ജയറാമിനോട് നാരായണ ചോദിക്കുകയാണ് അപ്പൊ നിങ്ങളല്ലേ അവനെ തട്ടിക്കൊണ്ടുവന്നത്? ആകെ കള്ളി വെളിച്ചത്തായി മനസ്സിലായ അച്ചുവണ്ണൻ പേടിച്ചുകൊണ്ട് പറയാണ് പൊന്ന് ജയറാം സാറേ പറ്റിപ്പോയതാണ്, ട്രഷർ ഹണ്ടർ ഞങ്ങളുടെ കയ്യിലേക്ക് വന്ന് പെട്ടാണ്. പിന്നെ ഒരു പേരിന് വേണ്ടി ഈ മണ്ടൻ സാറ് അതുപോലെ ഒരു വാർത്ത ഉണ്ടാക്കിയാണ്, ക്ഷമിക്കണം എന്ന് പറയാണ്. ഭയങ്കര ദേഷ്യത്തിൽ ഇപ്പൊ ജയറാം അവിടുന്ന് പോവാണ്. അതുപോലെ തന്നെ നർസിയോട് ഒരു കാര്യം പറയണേ, ഇവരെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല, കൊന്നു കളഞ്ഞേക്കെന്ന്. ഇപ്പൊ ആ ഒരു ഗണ്ണ് മുഴുവൻ ഇവരുടെ തലയിലേക്ക് വെച്ചുവെക്കുമ്പോൾ ഇപ്പൊ നാരായണ ഒറ്റയടിക്ക് ഒരു കാര്യം വിളിച്ച് പറയാണ് ജയറാം സാറേ ഒരു കാര്യം ഞാൻ കണ്ടുപിടിച്ചു തരാം. ആ ഒരു ട്രഷർ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് നാരായണയുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. എന്റെ ബലഹീനതയിൽ കൈവെക്കുന്നോടാ. പിന്നെ ഒരു കാര്യം, ഞാനുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കുമ്പോൾ നീ ആലോചിച്ചോ, നിന്റെ അതിബുദ്ധി അത് നിനക്ക് തന്നെ ആപത്തായേക്കും. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് നാരായണയും പിന്നെ അച്ചുവണ്ണനെയും വെറുതെ വിടുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവർ പുറത്തേക്ക് വന്നപ്പോൾ ഇവരുടെ പേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തില്ല. സകലമാന സാധനങ്ങളും അവിടെ ഉണ്ടെന്ന് കാവൽക്കാരെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇത് ഇവരുടെ ബേസിക് ആയിട്ടുള്ള സ്വഭാവം തന്നെയാണ്. മാത്രമല്ല നാരായണ അച്ചുവണ്ണന്റെ കൂടെ പോകുമ്പോൾ പറയുന്നുണ്ട് ആ ബാൻഡ് മാസ്റ്റർ ഉണ്ടല്ലോ അയാൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം. അപ്പൊ അച്ചുവണ്ണൻ പറയണം ഡോ അയാളുടെ ബോധം അന്ന് പോയതാണ്, ഇതുവരെയായിട്ടും തിരിച്ചു വന്നിട്ടില്ല. നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് ഇവര് നേരെ പോകുന്നത് അമരാവതിയിൽ ആ നാടകക്കാരുടെ വാഹനം കിടക്കുന്ന ആ ഒരു ഭാഗത്തുണ്ടല്ലോ, ഇതുവരെയായിട്ടും ആ വാഹനം അവിടുന്ന് ആരും മാറ്റിയിട്ടില്ല. അങ്ങോട്ടേക്ക് തന്നെ ഇപ്പൊ നാരായണ അച്ചുവണ്ണൻ രണ്ടുപേരും കൂടെ ചെല്ലുകയാണ്. എന്നിട്ട് നാരായണ പറയുന്നുണ്ട് ആ സ്വർണത്തിന് വേണ്ടി 15 വർഷമായിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആര്? അബീരകൾ. അതുപോലെ തന്നെ ദുഃഖാറാം. ഒരിക്കലും അബീരകൾ അവന് കൂടെ കൂട്ടില്ല. എന്നാൽ ദുഃഖാറാം സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി അമരാവതിയെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യണമെന്ന് ഇയാൾ ആഗ്രഹിക്കുകയാണ്. എന്ന് ഈ രണ്ടു കൂട്ടരും അറിയാതെ
ഇവരറിയാതെ ഒരാൾ ട്രഷർ ഹണ്ടറെ തട്ടിക്കൊണ്ടുപോകണമെങ്കിൽ അതൊരു ഗംഭീര പ്ലെയർ തന്നെയായിരിക്കണം. ഇവരറിയാത്ത പുതിയൊരു കളിക്കാരൻ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്, ഒരു ബുദ്ധിമാൻ. ഇപ്പൊ അച്ചോടൻ ചോദിക്കാണ് അവൻ ആരാണ്? ഇതേ സമയത്ത് നാരായണ തൊപ്പി ഊരിയാണ്, തൊപ്പി താഴേക്കാക്കാണ്. അവനെ ശ്രീരാമൻ നാരായണ. ഇത് കേട്ടപ്പോ അച്ചോടൻ ഞെട്ടിപ്പോണ്. ഡാ നീ എങ്ങനെയാണ് ഈ കാര്യം ചെയ്ത്? ഇപ്പൊ നാരായണ പറയാണ് കൗബോയ് കൃഷ്ണ, അവന്റെ ഒരു ഓൾഡ് കസ്റ്റമർ ആണ് ഞാൻ തന്നെയാണ് അവരെ കൊണ്ട് ട്രഷർ ഹണ്ടറെ തട്ടിക്കൊണ്ട് പോയിപ്പിച്ചത്. എന്റെ പേര് എങ്ങനെയൊന്നും നാട്ടുകാരുടെ ഇടയിലേക്ക് എത്താനായിട്ട്. എന്തായാലും നമുക്കൊരു തരികിട പരിപാടി കൂടെ കാണിക്കാണ്ട് ഇവിടെ ഒന്ന് കുഴിച്ചേ. കാരണം ഇവിടെയല്ലേ ആ ഒരു നാടകക്കാരുടെ ബോഡി കുഴിച്ചിട്ടത്. കുഴിച്ചു നോക്കി, എന്നാൽ അവിടെ വെച്ച് ബോഡി ഇവർക്ക് കിട്ടിയില്ല. ഇപ്പൊ നാരായണ പറയാണ് നമ്മൾക്ക് മുന്നേ വേറെ ആരോ അത് മാന്തി എടുത്തിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, കുറച്ച് ഡെഡ് ബോഡീസ് അറേഞ്ച് ചെയ്യും. എന്തിനാണെന്നല്ലേ, നാട്ടുകാരുടെ മുന്നിൽ വെച്ച് വെറുതെ ഒരു ഷോ കാണിക്കാനായിട്ട്. ആ ഒരു നാടകക്കാരുടെ ബോഡി തിരിച്ചെടുത്തു, അതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാം എന്ന പേരിൽ. അപ്പൊ ആ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അമരാവതിയിൽ ഒരുപാട് ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ സ്റ്റേജിലേക്ക് ആര് വരുന്നുണ്ട്? ദുഃഖാറാമ വരികയാണ്. ദുഃഖാറാമ വന്നിട്ട് ചെറിയ രീതിയിൽ നാരായണനെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ചെകുത്താന്റെ അടുത്ത് പോയിട്ട് ഒരു ഡീൽ ഉണ്ടാക്കി വന്നിട്ടുണ്ടല്ലേ, തല പോകാതെ സൂക്ഷിച്ചെന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ നാരായണ പറയാണ്, അല്ല നിങ്ങളുടെ ഒരു ചാരനെ അവിടെ എത്തിയപ്പോൾ കൊല്ലുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അതിനുശേഷവും നിങ്ങൾക്ക് ഈ വിവരം കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ ചാരൻ അവിടെ ഉണ്ട് എന്നല്ലേ അർത്ഥം. ഇത് കേട്ടപ്പോ ദുഃഖാറാം ഒന്ന് പെടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ദുഃഖാറാമിനോട് യാത്ര പറഞ്ഞുകൊണ്ട് നാരായണ അവിടുന്ന് പോകുന്ന സമയത്ത് ഇയാളുടെ കയ്യിൽ നിന്നും ഇയാൾ അറിയാതെ തന്നെ ഒരു മോതിരം ഊരിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ കൂട്ടത്തിലെ ഒരു 4 പേര് ഈ ഒരു കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഭയങ്കര സില്ലിയായിട്ട് പുച്ഛത്തോട് കൂടിയിട്ടാണ് ഇതിനെ നോക്കുന്നത്. അപ്പൊ ആരാണ് ആ 4 ആൾക്കാർ? ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അച്ചുവണ്ണനോട് നാരായണ പറയാണ്. സോ ഈ 4 ആൾക്കാരുടെ പിന്നിൽ തന്നെ കൂടിയിരിക്കുകയാണ് ഇവര് 2 പേര്. സത്യം പറഞ്ഞാൽ ഈ 4 പേരുണ്ടല്ലോ ആ കാണാതായ നാടകക്കാരുടെ കുടുംബക്കാരിൽപ്പെട്ട 4 പേരാണ്. ഈ 4 പേരും ഇപ്പൊ കൂടിയിരിക്കുന്നത് ആ ട്രഷർ ഹണ്ടർ ഇയാളുടെ പിന്നാലെയാണ്. അതായത് സ്വർണം കണ്ടുപിടിക്കാൻ വന്ന, ആ നിധി കണ്ടുപിടിക്കാൻ വന്ന ട്രഷർ ഹണ്ടർ ഇയാളാണ് ഇവരുടെ രക്ഷകനെന്ന് ഇവരെല്ലാം വിചാരിക്കുകയാണ്. സോ ഇയാളെ ഈ 4 പേരും കൂടെ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോവാണ്. മാത്രല്ല ഈ 4 പേരെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന നമ്മുടെ നാരായണ, അച്ചുവണ്ണൻ 2 പേരും കൂടെ ഇവരുടെ പിന്നാലെ പോയി ചെന്നപ്പോ കാണുന്നത് കാട്ടിൽ വെച്ച് രഹസ്യമായിട്ട് ഇവരെല്ലാവരും ഒരുമിച്ച് നിന്ന് പാട്ടും പാടി നൃത്തം ചെയ്യുന്ന ഒരു വല്ലാത്തൊരു സീന് കേട്ടോ. ഈ എന്താ പറയാ, അലിബാബ 41 കള്ളന്മാര് ആ ഒരു കഥകളൊക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അത് വായിക്കുന്ന സമയത്തുള്ള ഒരു ഫീലാണ് ഈ ഒരു കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് ഫീൽ ആവുന്നത്. പറ്റുകയാണെങ്കിൽ ഈ സിനിമ നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. കാരണം ഇതിന്റെ ആ ഒരു മ്യൂസിക് അതുകൂടെ അടിപൊളിയാണ്. എന്തായാലും ഈ നാടകക്കാരുടെ കൂട്ടത്തിലേക്ക് വന്ന നാരായണ, അച്ചുവണ്ണൻ 2 പേരും കൂടിയിട്ട് മുഖംമൂടി ഇട്ടുകൊണ്ട് ഇവരുടെ ഇടയിൽ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. എന്നാൽ ഇതിന്റെ ഇടയിൽ മുഖംമൂടി ഊരി പോകുന്നുണ്ട്, ഇവർ പിടിക്കപ്പെടുകയാണ്. എല്ലാവരും കൂടിയിട്ട് നാരായണയെ കൊല്ലാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു കഴുകനല്ല പരുന്ത് വന്നിട്ട് നാരായണയുടെ ആ ഒരു കയ്യിലിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന നാടകക്കാരി എല്ലാവരും കൂടെ അവിടെ കുനിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഒരു 5-6 പേര് മാത്രം അങ്ങനെ കുനിഞ്ഞിരിക്കുന്നില്ല കേട്ടോ. അതായത് ഈ നാടകക്കാർക്കൊക്കെ ഭയങ്കര വലിയൊരു സൂചനയാണ് ലഭിച്ചിരിക്കുന്നത്. എന്താണെന്നല്ലേ, ഇവരുടെ രക്ഷകനായിട്ടുള്ള ശ്രീഹരിയുടെ കയ്യിലേക്ക് ഇവർ ആൾക്കൂട്ടത്തിലായിരിക്കുമ്പോൾ ശ്രീഹരിയുടെ കയ്യിലേക്ക് ഒരു പരുന്ത് വന്നിരിക്കും. ഇത് ആദ്യത്തെ സൂചനയാണ്. ആ സൂചന കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പൊ നാരായണ, ഇൻസ്പെക്ടർ നാരായണ ഇയാൾ തന്നെയാണ് ആ ഒരു ശ്രീഹരി എന്ന് 50% ഇവർ ഉറപ്പിച്ചു. അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ആ 4 ആൾക്കാർ നാരായണയുടെ മുന്നിൽ തന്നെയുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞങ്ങളുടെ ഒരു സ്വാമിയുണ്ട്, ആ സ്വാമിയാണ് ഞങ്ങളുടെ രക്ഷകനെ കുറിച്ച് പ്രവചിച്ചത്. ആദ്യത്തെ കാര്യം അത് ഫലിച്ചു എന്നല്ല, അത് നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇൻസ്പെക്ടർ നാരായണ നിങ്ങളാണ് ഞങ്ങളുടെ രക്ഷകൻ ശ്രീഹരി. എന്തായാലും പിന്നീട് നാരായണ ഈ 4 പേരെയും കൂട്ടിയിട്ട് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, ഞാൻ ചില കാര്യങ്ങളൊക്കെ ചോദിക്കും, അതിനുള്ള ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ രക്ഷകനായിട്ടുള്ള ശ്രീഹരി ആവുള്ളൂ. ഇനി പറ ആ ഒരു നീതി അതെവിടെയാണ്? അതിലേക്കൊരു മാപ്പ് ഉണ്ടാവുമല്ലോ, ആ മാപ്പ് എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ? ഇതേ സമയത്തിന് 4 പേരും പറയാണ് അറിയില്ല, ആ മാപ്പ് എവിടെയാണെന്ന് അറിയില്ല. ഇതിനർത്ഥം അങ്ങനെ ഒരു മാപ്പ് ഉണ്ട് എന്നല്ലേ? അച്ചോണ വേഗം വാ, നമുക്ക് ആ ഒരു മാപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് വേഗം തന്നെ അച്ചോണനെയും കൂട്ടിയിട്ട് സ്റ്റേഷനിൽ എന്തൊരു കാര്യം എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ലക്ഷ്മി ഓടി വരികയാണ്. സാറേ, ഇൻസ്പെക്ടർ സാറേ, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം, കാരണം നിങ്ങളുടെ ജീവന് ആപത്താണ്. അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പൊ ഇൻസ്പെക്ടർ നാരായണ ചോദിക്കണം, അല്ല എന്താ പറയാനുള്ളത്? ഇപ്പൊ ലക്ഷ്മി പറയാണ്, ഇപ്പൊ നാടകക്കാരുടെ ഒരു കൂട്ടത്തെ നിങ്ങൾ കണ്ടില്ലേ, ഇവരെല്ലാവരും ശ്രീഹരി എന്ന ആ ഒരു രക്ഷകനിൽ വിശ്വസിക്കുകയാണ്. അവരൊക്കെ മണ്ടന്മാരാണ്. ആ ഒരു കള്ളസ്വാമി അവരെ പറഞ്ഞ് അങ്ങനെ വിശ്വസിപ്പിച്ചതാണ്. എന്നാൽ ആ നാടകക്കാരുടെ കൂട്ടത്തിൽ വേറൊരു കൂട്ടരുണ്ട്, അവരിങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല. ആ കൂട്ടം ആൾക്കാര് നിങ്ങളുടെ മേലൊരു കണ്ണ് വെച്ചിരിക്കുകയാണ്. അധികം വൈകാതെ നിങ്ങൾ അവർ കൊന്നുകളയും. അതിന്റെ മുന്നേ നിങ്ങൾ രക്ഷപ്പെട്ടോ, എനിക്കൊരു കാര്യം കൂടെ കാണിച്ചു തരാണ്ടെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ഇപ്പോൾ നാരായണനും കൂട്ടിയിട്ട് ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ പോകുന്ന സമയത്ത് ലക്ഷ്മിയോട് നാരായണ ഒരുപാട് കുച്ചടിക്കുന്നുണ്ട്. നീ പറഞ്ഞല്ലോ അവരെന്നെ പിടിക്കാൻ വരുന്നു, പക്ഷെ എന്റെ കയ്യിൽ ഗണ്ണുള്ളിടത്തോളം കാര്യം എന്നെ ആരെയും പിടിക്കില്ല എന്ന് പറയാണ്. അല്ല ലക്ഷ്മി, നിന്റെ കുടുംബവും കാര്യങ്ങളൊക്കെ എവിടെ പോയി? നിന്റെ അച്ഛനിപ്പോ എവിടെയാണ്? അപ്പൊ ലക്ഷ്മി പറയാണ്, എന്റെ അച്ഛനോ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം മരിച്ചുപോയി. ഏകദേശം പറഞ്ഞ ഒരു 15 വർഷങ്ങൾക്ക് മുന്നേ. അദ്ദേഹത്തിന് വല്ലാത്തൊരു അത്യാർത്തി ഒരു സമയത്ത് തോന്നി, ഒരു വലിയ നിധി മോഷ്ടിക്കണമെന്ന്. അങ്ങനെ നാടകം കഴിഞ്ഞ് അയാൾ തിരിച്ചു വരുന്ന സമയത്ത് ആ നിധി മോഷ്ടിച്ചു. ആ പ്രശ്നം കാരണം അദ്ദേഹം മാത്രമല്ല കുഴപ്പത്തിലായത്, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും ആ കൂടെ ഉണ്ടായിരുന്നതും അയാളുടെയും എല്ലാവരുടെയും ആ ഒരു കുടുംബത്തിനും ആ ഒരു പ്രശ്നങ്ങൾ വന്നു. ഇപ്പൊ പതിയെ നാരായണ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. അതായത് പ്രശ്നക്കാരായിട്ടുള്ള ആ ഒരു നാടകക്കാരുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിൽ പ്രധാനി തന്നെയാണ് ഈ ലക്ഷ്മി. പിന്നെ ഈ ഒരു നാരായണ ഗണ്ണെടുക്കാൻ നോക്കുമ്പോൾ അവിടെ ഗണ്ണ് ഉണ്ടായിരുന്നില്ല. ആ ഗണ്ണ് ഇപ്പൊ ലക്ഷ്മിയുടെ കയ്യിലാണ്. സ്പോട്ടിൽ തന്നെ തലക്കടിയിട്ടാണ് നമ്മുടെ നാരായണ
കാണാം അവന്റെ ബോധം അപ്പം തന്നെ പോവാണ്. പിന്നെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു ചെയറിൽ അവന് കെട്ടി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു പത്ര ഓഫീസിന്റെ ഉള്ളിലാണ് അവൻ ഇപ്പോൾ ഉള്ളത്. അവിടുത്തെ ആ ഒരു ഓണർ ആയിട്ടുള്ള ബാലു, അതുപോലെ തന്നെ ഒരു മൊട്ട, കുറച്ച് ആൾക്കാരുണ്ട്. ഇവരാണ് ഈ ശ്രീഹരിയിലൊന്നും വിശ്വസിക്കാതെ ആ നാടകക്കാരിലെ കുറച്ച് കൂർമ്മ ബുദ്ധിക്കാരായിട്ടുള്ള ആൾക്കാർ എങ്ങനെയെങ്കിലും ഈ നാടകക്കാരെ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുപോകണം. ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ, ബാക്കിയുള്ള മണ്ടന്മാരായിട്ടുള്ള ഈ നാടകക്കാര് ശ്രീഹരി എന്താണോ പറയുന്നത് അത് മാത്രമേ കേൾക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതായത് ആ ഒരു പരുന്തിനെ മനഃപൂർവ്വം ഇവരുടെ കയ്യിലേക്ക് കൊണ്ടു നിർത്തുക. അതിനുവേണ്ടി ഇവർ സെലക്ട് ചെയ്തത് ബാലുവിനെയാണ്. ബാലുവിന്റെ കയ്യിൽ ഈ പരുന്തിനെ ആകർഷിക്കാനുള്ള ഒരു ബെൽറ്റ് പോലത്തെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ഇവിടെ വെച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഇതേ ടെക്നിക്ക് തന്നെയാണ് നാരായണ അവിടെ വെച്ച് ചെയ്തത്. അതായത് അത് യാദൃശികമായിട്ട് നടന്ന കാര്യമല്ല, നാരായണ അത് പ്ലാൻ ചെയ്തതാണ്. കാരണം നാടകക്കാരുടെ ഇടയിലേക്ക് അവന് നുഴഞ്ഞു കയറാൻ വേണ്ടിയിട്ട്. എന്നാലല്ലേ ആ നിധിയിലേക്കുള്ള വഴി മനസ്സിലാവുള്ളൂ. എന്തായാലും ഇവൻ ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ പൂട്ടിയിട്ടുകൊണ്ട് ഇപ്പൊ പോവുകയാണ്. എന്നാൽ അവിടെ നിന്ന് തന്ത്രപൂർവ്വം തന്നെ നമ്മുടെ നാരായണ പുറത്തേക്ക് രക്ഷപ്പെടുന്നുണ്ട്. ഇനി നേരെ ചെല്ലുന്നത് ജയറാമിന്റെ അബീര കോട്ടയിലേക്കാണ്. ഈ ഒരു പോക്കിന്റെ പിന്നിൽ നമ്മുടെ നാരായണയ്ക്ക് വ്യക്തമായിട്ടുള്ള എന്തോ ഒരു പദ്ധതി ഉണ്ട് തോന്നുന്നു. അങ്ങനെ ആ ഒരു കാവൽക്കാരുടെ അടുത്തേക്ക് എത്തി. ഇതേ സമയത്തിന് കാവൽക്കാർ പേഴ്സ് മേടിക്കുമല്ലോ, അതിൽ കാശുണ്ടോ നോക്കുന്നുണ്ട്. എന്നാൽ ഇല്ലായിരുന്നു. പകരം അവന്റെ കയ്യിൽ ഒരു കിഴി ഉണ്ടായിരുന്നു. അത് ഇവര് കണ്ടുപിടിക്കണം. ആഹാ, ഇത് മറച്ചു വെക്കാൻ നോക്കിയല്ലേ? അതെ, ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കുകയാണെന്ന് ആ കാവൽക്കാർ പറയുന്നത്. എന്തായാലും ഇതിനുശേഷം നർസി ഇപ്പൊ നാരായണനെ നേരെ ജയറാമിന്റെ റൂമിലേക്ക് കൊണ്ടുപോക്കുകയാണ്. ഇപ്പൊ അവിടെ 4 ആൾക്കാരുണ്ട്. ഇതേ സമയത്തിന് ജയറാം പറയാണ്, നാരായണ നീ കറക്റ്റ് സമയത്താണല്ലോ വന്നത്. കാരണം ആ ഒരു ട്രഷർ ഹണ്ടർ അയാളെ തട്ടിക്കൊണ്ടുപോയ ഈ 4 പേരെ ഞാൻ ചോദ്യം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നീ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഇവരെ 4 പേരെ ഞാൻ ചോദ്യം ചെയ്തു. അതായത് കൗബോയ് കൃഷ്ണയുടെ ആൾക്കാരാണ്. ഇവരൊന്നും അത് സ്വയം ഇഷ്ടപ്രകാരം ചെയ്തതല്ല. ഇവരൊക്കെ പാവകളാണ്. ആരോ ഒരാൾക്ക് വേണ്ടി ഇവരിത് ചെയ്തതാണ്. എന്താണ് നാരായണ നിനക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? കറക്റ്റായിട്ട് ഈ ഒരു സമയത്ത് തന്നെ നീ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ. ഇതേ സമയത്ത് തന്നെ നാരായണ ഒന്ന് കളം മാറ്റി ചവിട്ടാണ്. അല്ല ജയറാം സാറേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ആ ഒരു തുക്കാറാമിന്റെ ഒരു ചാരനെ കൊന്നുകളഞ്ഞു. പക്ഷെ വീണ്ടും ഇവിടെ നിന്നും വിവരങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട്. കാരണം അയാളെ കൊന്ന കാര്യം ഈ തുക്കാറാം അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ രഹസ്യം എന്താണ്? വീണ്ടും ഇവിടെ മറ്റേതോ ഒരു ചാരനുണ്ട്. പെട്ടെന്ന് തന്നെ അവിടെ പോയിട്ട് മെയിൻ ഡോറ് ഇപ്പൊ നമ്മുടെ നാരായണ തുറക്കുകയാണ്. ആ സമയത്ത് പുറത്ത് കാവലുണ്ടായിരുന്ന നർസി ഈ ഒരു വാതിൽ ചെവി വെച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു. ഇവരാകും ഞെട്ടിപ്പോയി. കണ്ടോ ചെവി വെച്ച് കേൾക്കായിരുന്നു. എനിക്ക് ഇവന് നല്ല സംശയമുണ്ട് ജയറാം സാറേ. ഇതേ സമയത്ത് നർസി പറയാണ്, ജയറാം വെറുതെ എന്നെ അവിശ്വസിക്കരുത്. എത്രയോ വർഷമായിട്ട് ഞാൻ നിന്റെ കൂടെയുണ്ട്. എന്നാൽ ഭയങ്കര സംശയത്തോട് കൂടിയിട്ട് തന്നെ ജയറാം ഈ നർസിയെ നോക്കുകയാണ്. ഇപ്പൊ നാരായണ പറയാണ്, നിങ്ങൾ അവന്റെ കീശൊന്ന് തപ്പി നോക്കും, എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയാലോ. അങ്ങനെ ഈ നർസിയുടെ കീശ തപ്പി നോക്കിയപ്പോൾ അതിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ നാരായണ പറയാണ്, അല്ല ഇത് ദുഃഖാറാമിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മോതിരല്ലേ, അതെങ്ങനെ നർസിയുടെ കയ്യിൽ വന്നു? അതുപോലെ തന്നെ അതിന്റെ ആ ഒരു കല്ലുകൾ അതെവിടെ പോയി? നർസിയുടെ കൂടെ ഉണ്ടായിരുന്ന കാവൽക്കാരുടെ മേത്തൊന്ന് പരിശോധിച്ച് നോക്കുക. അങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇവരുടെ കയ്യിൽ നിന്നും ആ ഒരു കല്ല് കിട്ടുകയാണ്. അതായത് നേരത്തെ നാരായണ ഈ കല്ല് ഇവരുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തതാണ്, അല്ലാതെ അവര് തട്ടിയെടുത്തതൊന്നുമല്ല. അങ്ങനെ ഈ 4 പേരും സംശയത്തിന്റെ ആ ഒരു മുൾമുനയിലെത്തി നിൽക്കുകയാണ്, ഗൺ പോയിന്റിൽ നിൽക്കുകയാണ്. സത്യം പറഞ്ഞു എന്നൊക്കെ ഇവരോട് പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നർസി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അല്ല സാറേ ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ല. ജയറാമേ കേക്ക്, ആ നാരായണ നിങ്ങളെ പറ്റിക്കുകയാണ്. ഇതേ സമയത്ത് ഇതൊന്നും കേൾക്കാതെ ഗണ്ണുമായിട്ട് ഈ ഒരു ജയറാമുണ്ടല്ലോ ഈ നർസിയുടെ നെറ്റിയിൽ തന്നെ വെക്കുകയാണ്. അപ്പൊ ഈ ഒരു കാഴ്ച ആര് കാണുന്നുണ്ട്? നമ്മുടെ ബാൻഡ് മാസ്റ്റർ കാണുകയാണ്. ഇതേ കാഴ്ച തന്നെയാണ് 15 വർഷങ്ങൾക്ക് മുന്നേ ബാൻഡ് മാസ്റ്റർ കണ്ട് ഇയാളുടെ മൈൻഡ് തെറ്റിപ്പോയത്. അതുപോലെ തന്നെ ഇയാൾക്ക് എന്തൊക്കെയോ ഒരു തോന്നല് ഉള്ളിലേക്ക് വരികയാണ്. അതുപോലെ ഈ നർസിയെ കൊല്ലാനായിട്ട് ജയറാം വെടി പൊട്ടിച്ച അതേ നിമിഷം തന്നെ നാരായണ വന്നിട്ട് കൈ പിടിച്ച് മുകളിലേക്ക് ആക്കുകയാണ്. നർസി മരണപ്പെടുന്നില്ല. എന്നിട്ടിപ്പോ ഈ ജയറാമിനോട് ഒരു കാര്യം പറയാണ്, നിങ്ങളിങ്ങനെ ഒറ്റയടിക്ക് കൊന്നിട്ടുണ്ടെങ്കിൽ ഇവൻ ഇപ്പൊ ചത്തുപോകില്ലേ, അതുകൊണ്ട് കുറച്ച് ടോർച്ചർ ചെയ്തിട്ട് ക്രൂരമായിട്ട് കൊന്നുകളാന്ന് പറയാണ്. ഇതേ സമയത്തിന് ജയറാം പറയാണ്, എന്നാ പിന്നെ ഇവരെ ആ താഴെയുള്ള തുറങ്കലിൽ കൊണ്ടുപോയിട്, അവിടെ കിടന്ന് അനുഭവിക്കട്ടെ എന്ന് പറയണം. അങ്ങനെ ഇവരെ 4 പേരെ നർസി അടക്കം വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. നർസി കരഞ്ഞു പറയുന്നുണ്ട്, അവൻ നിങ്ങളെ പറ്റിക്കുകയാണ് ജയറാം, പറ്റിക്കുകയാണ്. എന്നാൽ ജയറാം ഇങ്ങനെ ഒരു നാടകം ഇവിടെ കളിച്ചതിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാൻഡ് മാസ്റ്റർ അയാൾ അന്ന് കണ്ട് ഷോക്കായി പോയ അതേ സെയിം സംഭവം റീക്രിയേറ്റ് ചെയ്ത് ഇയാളുടെ മൈൻഡിനെ ഒന്ന് തിരിക്കാനായിട്ട്. സത്യം പറഞ്ഞ ആ ഒരു കാര്യം വർക്കൗട്ടായി. ഇയാളുടെ തലയും കണ്ണൊക്കെ ഏതൊക്കെയോ രീതിയിൽ ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പഴയ ഓർമ്മകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ നാരായണനെ ഈ ജയറാം വിളിച്ചുകൊണ്ടിട്ട് പറയാണ്, ഇനി അവൻ പറഞ്ഞതുപോലെ നീ എന്നെ പറ്റിക്കുകയാണെങ്കിൽ ഓർത്തോ, ഈ ലോകത്തിൽ ഏറ്റവും ക്രൂരമായിട്ട് മരണപ്പെടാൻ പോകുന്നത് നീയാണ്. അതുപോലെ തന്നെ ആ നാടകക്കാരെ നീ കണ്ടെത്തിയെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അധികം വൈകാതെ ഞാൻ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഇവിടെ വെച്ച് അവരെ കൊന്നുകളയും ചെയ്യും. നീ ഇപ്പൊ തൽക്കാലം പോയിട്ട് ആ നിലവറയിൽ തന്നെ കിടക്കുന്ന പറയാണ്. അതായത് നാരായണയും ഇതുപോലെ ആ ഒരു നിലവറയിൽ കൊണ്ട് ഇടുകയാണ്. അവിടെ ഇപ്പൊ നർസിയുണ്ട്, അവന്റെ ആൾക്കാരുണ്ട്. നമ്മുടെ നാരായണയെ വെറുതെ വിടുവോ? അവര് നല്ല കുത്തുകുത്താൻ നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മുകളിൽ നിന്നും ഒരു കയറ് താഴേക്ക് വരികയാണ്. അതായത് നാരായണ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ രക്ഷപ്പെടാനായിട്ടുള്ള ഒരു വഴിയും അവൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ കയറ് വഴി അവൻ മുകളിലേക്ക് രക്ഷപ്പെടുകയാണ്. മാത്രമല്ല ഇതേ സമയത്ത് തന്നെ രക്ഷപ്പെട്ട് നാരായണ പുറത്തു പോകുന്നുണ്ടെങ്കിലും അവനൊരു കാര്യം പറയാണ്, എനിക്ക് ചെറിയൊരു പണിയുണ്ട്, നിങ്ങൾ പൊയ്ക്കോന്ന്. ഇപ്പൊ ജയറാമിന്റെ മുന്നിലേക്ക് ആ 4 നാടകക്കാര് അതുപോലെ തന്നെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന അച്ചുവണ്ണൻ ഇവർ 5 പേരെയും കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. ഇത്ര പേരെ കിട്ടിയുള്ളൂ എന്ന് ജയറാമിനോട് പറയുമ്പോൾ ജയറാം ഒരു അനക്കമില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഒറ്റഗണനായിട്ടുള്ള ആ ഒരു കാവൽക്കാരൻ ഇയാളാണ് പ്രധാനമായിട്ടുള്ള ജയറാമിന്റെ പോരാളി കേട്ടോ. അപ്പൊ ഇയാൾ, ജയറാം നിങ്ങൾ എന്തൊന്നും മിണ്ടാത്തത്, എന്താ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ജയറാമിന്റെ പിന്നിൽ നിന്നും ഒരാൾ പതിയെ വരികയാണ്. അയാളുടെ തലയിൽ ഗണ്ണും വെച്ചിട്ടുണ്ട്.
നോക്കുമ്പോൾ ആരാണ്? നമ്മുടെ ഈ ഒരു നാരായണ തന്നെയാണ്. അപ്പൊ നാരായണ പറയാണ്, നിങ്ങൾ ആരും അനങ്ങി പോകരുത്, കാരണം ഇയാളുടെ തല ഞാൻ വെടിവെച്ച് പൊട്ടിച്ചു കളയും. ഇപ്പൊ വാശി ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ജയറാം പറയണം, നിങ്ങളൊന്നും നോക്കണ്ട, കൊല്ല അവരെന്ന്. ഇപ്പോ പ്രധാനിയായിട്ടുള്ള കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ അബീരയുടെ ഇടയിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇയാൾ വന്നിട്ട് പറയണ, ആരും ഒന്നും ചെയ്യരുത്, ഗണ്ണ് താഴെ ഇടും, കാരണം അത് ജയറാമിന് തന്നെ ദോഷമായി വന്നേക്കും. അങ്ങനെ ജയറാമിനെ ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ നാരായണ പുറത്തേക്ക് അങ്ങനെ വരികയാണ്. അതുപോലെ തന്നെ ജയറാം ഇപ്പൊ നാരായണോട് പറയുന്നുണ്ട്, നീ എന്തൊക്കെ ചെയ്താലും നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലടാ. അടുത്ത നിമിഷം തന്നെ അവന്റെ കൈ പിടിച്ച് വലിക്കാണ്, ഒരു ചുരുട്ട് കൊടുക്കുകയാണ്. ദാണ്ട് കിടക്കുന്നു നാരായണ താഴെ തന്നെ. അതായത് 7 അടി പൊക്കുള്ള മനുഷ്യനാണ്. ഈ മനുഷ്യനൊരു തട്ട് തട്ടിയ നാരായണക്ക് തെറിച്ചു പോകും. അതേ സമയത്ത് തന്നെ നാരായണയുടെ തലയിലേക്ക് ഗണ്ണ് വെച്ചുകൊണ്ട് ഇപ്പൊ ജയറാം അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നാരായണ പറയുന്നത്, ഇതെന്താ സമയമായല്ലോ, അവരെന്താ എത്താത്തത്? ഇതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു വെടിവെച്ച് കേൾക്കുകയാണ്. ഈ ജയറാമിന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് തെറിച്ചു പോകുന്നുണ്ട്. നോക്കുമ്പോൾ എന്താ, ദുഃഖാറാമും അയാളുടെ ആൾക്കാരും കൂടെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അവർ കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു, എല്ലാവരും ഗണ്ണ് കയ്യിലും വെച്ചിട്ടാണ്. സോ ഇവരെല്ലാവരും വന്നിട്ട് ഈ ജയറാമിനെ ഗൺ പോയിന്റിൽ നിർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ജയറാമിന്റെ അബീരക്കോട്ടയിലുള്ള അബീരകൾക്ക് ഇപ്പൊ ദുഃഖാറാമിന്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വരികയാണ്. എന്തായാലും ഈ ഒരു ഗ്യാപ്പിൽ തന്നെ ജയറാമിന്റെ ഒറ്റക്കണനായിട്ടുള്ള ആ ഒരു പോരാളി ഉണ്ടല്ലോ, അയാൾ ഇവിടെ നിന്ന് നൈസായിട്ട് രക്ഷപ്പെടുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ നാരായണ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ചുകൊണ്ട് ഈ കൗബോയ്, അതായത് കൃഷ്ണയുടെ 4 പേരെ അവിടെ പൂട്ടിയിട്ടിട്ടുണ്ടല്ലോ, ഇവരെ രക്ഷപ്പെടുത്തണം. അപ്പൊ അവരൊരു കാര്യം പറയുന്നുണ്ട്, ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അതുപോലെ തന്നെ ആ 4 നാടകക്കാര്, അതുപോലെ തന്നെ ആ അച്ചുവണ്ണൻ, ഇവരെയും കൂട്ടിക്കൊണ്ട് നൈസായിട്ട് നാരായണ ഇവിടുന്ന് മുങ്ങുന്നുണ്ട് കേട്ടോ. മാത്രമല്ല അബീര കോട്ട അതിപ്പോ ഈ ഒരു ദുഃഖാറാമിന്റെ കൈകളിലാണ്. അവനാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഇപ്പോൾ. അതുപോലെ നാരായണ ഇപ്പൊ ആ ഒരു 4 നാടകക്കാരെയും പിന്നെ അച്ചുവണ്ണനെയും കൂട്ടിയിട്ട് മറ്റേതൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പോഴും ആകെയുള്ള ആ ഒരു ക്ലൂ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ആ ഒരു ബാൻഡ് മാസ്റ്ററും ബോധം വന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, രാമ രാമ രച്ചു തൈത്ര മത ബാരിബ. ഇതെന്ത് തേങ്ങയാണ്, ഒന്നും മനസ്സിലാകുന്നില്ല. അതൊരു ചുമരിൽ എഴുതിയിട്ട് ഇതിങ്ങനെ കുറെ നേരം നാരായണ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അച്ചുവണ്ണനെ വിളിക്കുന്നുണ്ട്. അച്ചുവണ്ണ, ആ ഒരു ബാൻഡ് മാസ്റ്റർ ഉണ്ടല്ലോ, എപ്പോ വെടിവെച്ച് കേട്ടാലും ഇതേ വാക്ക് തന്നെയാ പറയുന്നത്, അതായത് രാമ രാമ രച്ചു തൈത്ര മത ബാരിബ. ഇതിപ്പോ എന്തായിരിക്കും ഇതിന്റെ ആ ഒരു അർത്ഥം? ഇപ്പൊ ആ 4 പേരെ വിളിക്കാണ്. ഇതെന്താ നിങ്ങളുടെ നാടകത്തിന്റെ വല്ല പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡയലോഗ് ആണോ? ആ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇവര് പറയാണ്, ഇതൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ അച്ചോണൻ ചോദിക്കാണ്, ഓ പിന്നെ നിങ്ങൾക്ക് എല്ലാ നാടകവും എല്ലാ ഒരു എന്താ പറയാ ഡയലോഗുകളും കാണാപ്പാട് അറിയോ? ഇതേ സമയത്തിന് ഇവന്മാര് പറയാണ്, ഏത് ഉറക്കത്തിൽ നിങ്ങൾ വിളിച്ചു ചോദിച്ചാലും ശരി ആ ഡയലോഗ് ഞങ്ങൾ കാണാതെ പറയും. പണ്ടുള്ളവരൊക്കെ ഇത് തിരിച്ചു പോലും കറക്റ്റായിട്ട് പറയായിരുന്നു. പക്ഷെ ഇപ്പത്തെ നമുക്കൊന്നും അതിനെക്കുറിച്ച് വല്ലാതെ ധാരണയില്ല കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് നാരായണക്ക് ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നത്. തിരിച്ചു പറയും. പെട്ടെന്ന് തന്നെ ഈ ഒരു വാക്കിനെ രാമരാമ റിച്ചു തൈത്രമത ഭാരിവ ഇതിനെ തിരിച്ചെഴുതുകയാണ്. നോക്കുമ്പോൾ അത് വായിക്കുന്നത് പാരിജാത മരം ചുറ്റും മരം മരം. ഇത് കേട്ട സമയത്ത് ഈ 4 നാടകക്കാരും പാരിജാത മരം ചുറ്റും മരം മരം, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കറിയാലോ. ഇത് കേട്ട സമയത്ത് നമ്മുടെ നാരായണയുടെ ഉള്ളിൽ ലഡ് പൊട്ടുകയാണ്. ഇത് ഞങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിലെ അവസാനത്തെ നാടകത്തിലെ ഒരു ഡയലോഗാണ്. അതായത് പാൽക്കടൽ അത് കടഞ്ഞ സമയത്ത് അതിൽ നിന്നും ഒരുപാട് നിധികൾ പുറത്തേക്ക് വന്നു. അതിലൊന്നാണ് പാരിജാത മരം. ആ പാരിജാത മരം ഇന്ദ്രൻ ഒരു കാട്ടിൽ കൊണ്ടേ നട്ടു. ആ സമയത്ത് ഉദിച്ച ആ ഒരു സൂര്യപ്രകാശത്തിൽ ആ പൂക്കൾ വിരിഞ്ഞു. ആ പൂക്കളുടെ പ്രകാശത്താൽ ചുറ്റുമുള്ള മരങ്ങളും തിളങ്ങാൻ തുടങ്ങി. ഇത് ആ നാടകത്തിൽ ഒരു വരിയാണ്. അപ്പൊ നമ്മുടെ നാരായണയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. പൂർണ്ണമായിട്ടും ആ ഒരു ഗുട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു സീക്രട്ടിലേക്ക് എത്താനുള്ള വഴി എന്ന് പറയുന്നത് ആ നാടകം പൂർണ്ണമായിട്ടും കാണലാണ്. അത് നിങ്ങളെ കൊണ്ട് ഒന്ന് റിഹേഴ്സൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ യവന്മാര് പറയണേ, അതങ്ങനെ പറ്റില്ല, അത് ശ്രീഹരി പറഞ്ഞാൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ശ്രീഹരിയോ? അത് ഞാൻ തന്നെയല്ലേ, ഞാൻ പറഞ്ഞില്ലേ. ഈ സമയത്ത് ഇവർ ഒന്ന് നാണം കുണുങ്ങാണ്. എന്നിട്ട് പറയാണ്, അത് 50% ആയിട്ടുള്ളൂ, ബാക്കി 50% സ്വാമി എന്താ പറഞ്ഞെന്ന് വെച്ചാല് നമ്മുടെ ലക്ഷ്മി അവളുമായിട്ട് ശ്രീഹരി പ്രണയത്തിലാകും, ലക്ഷ്മിക്ക് അവനോടൊരു ഇഷ്ടം തോന്നും എന്ന് നാണം കുണിക്കൊണ്ടാണ് ഇവർ പറയുന്നത്. ഇതേ സമയത്ത് തന്നെ നാരായണ തലയിൽ കൈവെക്കാണ്. ഒരിക്കലും നടക്കാത്ത കാര്യം. അതായത് ലക്ഷ്മി നാരായണയോട് ഇഷ്ടമാണെന്ന് പറയും, ഒരിക്കലും പറയാൻ പോകുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ നാരായണക്ക് ഒരു ഐഡിയ തോന്നുകയാണ്. അതായത് ലക്ഷ്മിയും അവളുടെ ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് നാരായണനെ ഇപ്പോഴും അവർ പൂട്ടിയിട്ടിരിക്കുകയാണ്, അവൻ രക്ഷപ്പെട്ട കാര്യം ഇവരിപ്പോഴും അറിഞ്ഞിട്ടില്ല. കാരണം ആ ഒരു ദിവസം രാത്രി ആവുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നാരായണ വേഗം തന്നെ അതിന്റെ ഉള്ളിൽ പോയിട്ട് പഴയതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ലക്ഷ്മി അതുപോലെ തന്നെ കൂടെ ഒരാളും വന്നിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ പറയാണ്, അതായത് ഇവരുടെ ആ ഒരു പദ്ധതി പൊളിഞ്ഞുപോയി, അതായത് ശ്രീഹരിയെ ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു പദ്ധതി പൊളിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ നാട്ടുകാർ മുഴുവനും ഈ നാരായണ പറയുന്നത് വിശ്വസിക്കുകയുള്ളൂ. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യാ? ഇതേ സമയത്ത് തന്നെ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വയ്യാതെ കിടക്കുന്ന പോലെ അഭിനയിക്കണം. അവൻ പറയാണ്, ഞാൻ വേണമെങ്കിലും നിങ്ങളെ സഹായിക്കാം എന്ന ഒരു രീതിയിലും ലക്ഷ്മി നാരായണയെ വിശ്വസിക്കില്ല എന്ന് തന്നെ പറയാണ്. ഇതേ സമയത്ത് തന്നെ നാടകക്കാര് ഇവരങ്ങനെ കൂടി നിൽക്കുകയാണ്. ഈ ശ്രീഹരി എന്നുള്ളത് നടക്കാനൊന്നും പോകുന്നില്ല. ആ ഒരു മൊട്ടയാളുടെ ആൾക്കാരും പറയാണ്, എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. എന്നാൽ നാടകക്കാര് പറയാണ്, ശ്രീഹരി പറയാതെ നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടും വരാൻ പോകുന്നില്ല. ഈ മണ്ടന്മാർ ഇവന്മാർക്കുള്ള കുഴി ഇവര് തന്നെ തോണ്ടുമല്ലോ എന്ന് ഇപ്പൊ കുറച്ച് ബുദ്ധിയും ബോധമുള്ള ആൾക്കാരുണ്ട്. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. ഇതേ സമയത്ത് തന്നെ ഇവരെല്ലാം ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ഇവിടെ സംഭവിക്കുകയാണ്. അതായത് നമ്മുടെ നാരായണ ലക്ഷ്മിയെ എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയാണ്. അതായത് നാരായണയും ലക്ഷ്മിയും തമ്മിൽ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡീല് പ്രകാരമാണ് ലക്ഷ്മി ഈ ഒരു നാടകത്തിന് നിന്നു കൊടുക്കുന്നത്. ഇപ്പൊ ഇവരെല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ദാണ്ടെ ലക്ഷ്മി എടുത്തുകൊണ്ട് നാരായണ വരുന്നു. അപ്പൊ 100% ഇവരെല്ലാവരും ഉറപ്പിച്ചു ഇത് തന്നെ ശ്രീഹരി. അപ്പൊ ശ്രീഹരിയോട് ഇവരിങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങളാണ് ഞങ്ങളുടെ രക്ഷകൻ, എന്താണ് ഞങ്ങൾ ഇനി ചെയ്യേണ്ടത്? ഇതേ സമയത്ത് തന്നെ നാരായണ പറയാണ്, നമുക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് തന്നെ ഈ നാട് വിട്ട് ഇവിടുന്ന് പോകണം. ഇതായിരുന്നു ലക്ഷ്മി
ലക്ഷ്മിക്കും നാരായണയ്ക്കും ഇടയിലുണ്ടായിരുന്ന ആ ഒരു കരാർ എന്ന് പറയുന്നത്. എന്നാൽ ഇതിന്റെ ഇടയിൽ ഒരുമാതിരി ഒരു ചെറ്റത്തരം ഈ നാരായണ കാണിക്കാണ്, നിങ്ങൾ എന്തായാലും ഈ നാട് വിട്ടു പോകണം, പക്ഷെ അതിന് മുന്നേ ആയിട്ട് ആ അവസാനത്തെ നാടകം ഇവിടെ വെച്ച് നിങ്ങൾ ഒന്ന് റിഹേഴ്സൽ ചെയ്യണം. ഓ അതിനെന്താ, ഈ നാരായണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ശ്രീഹരി പറഞ്ഞ എന്ത് കാര്യം അതുപോലെ ചെയ്യണമെന്നാണ്. അങ്ങനെ ആ നാടകത്തിന്റെ റിഹേഴ്സൽ ആരംഭിച്ചിട്ടുണ്ട്. നാരായണ ചതിച്ചു എന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ആ റിഹേഴ്സൽ കാണുന്ന സമയത്ത് ആ പാൽക്കടൽ ഇതിങ്ങനെ കടയുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ നിന്നും പലതരം നിധികൾ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഈ പാരിജാതം. അപ്പൊ മാന്ത്രികമല, പാൽക്കടൽ, അതുപോലെ തന്നെ ഈ ഒരു പാരിജാതം, ഇതെല്ലാം കോറിലേറ്റ് ആവുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു മല, ആ മലയുടെ അടുത്തേക്ക് ഇപ്പൊ നാരായണ അതുപോലെ തന്നെ അച്ചോടൻ രണ്ടുപേരും കൂടെ ചെല്ലുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അച്ചോടൻ ചോദിക്കാണ്, ഇതെല്ലാം ഓക്കെ, ഈ പാൽക്കടൽ അതുപോലെ തന്നെ മല എല്ലാം ഓക്കെ വന്നു, പക്ഷെ പാരിജാതം അതൊരു മരയല്ലേ, ഈ മലയുടെ മണ്ടത്ത് ഒരു പുൽനാമ്പ് പോലും ഇല്ല, പിന്നെ എങ്ങനെയാണ് ഇതിന്റെ മുകളിൽ മരം ഉണ്ടാവുക? അപ്പൊ നമുക്ക് എവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. നാടകത്തിന്റെ റിഹേഴ്സൽ നമുക്കൊന്നുകൂടെ ഒന്ന് കേട്ടു നോക്കാം. ഇതും പറഞ്ഞിട്ട് ഇവര് നേരെ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ എന്താ, റിഹേഴ്സലൊക്കെ മതിയാക്കിയിട്ടുണ്ട്. ഇവര് 4 ദിവസത്തിന് ശേഷം നാടകം തന്നെ കളിക്കാൻ വേണ്ടി പോവാണ്. എന്നാൽ ഇതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. റിഹേഴ്സൽ കണ്ടാലേ അതിൽ നിന്നും ക്ലൂ നമുക്ക് നാരായണക്ക് കിടക്കാൻ പറ്റുള്ളൂ. എന്നാൽ ലക്ഷ്മി പറയാണ്, ഇതെല്ലാം ഞാൻ തന്നെയാണ് ഒപ്പിച്ചത്, നാടകം 4 ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. എന്നാൽ ലക്ഷ്മിയുടെ കാല് പിടിച്ചുകൊണ്ട് നാരായണ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യല്ലേ, കാരണം റിഹേഴ്സൽ ഒന്നും നടത്ത്, എന്നാൽ മാത്രമാണല്ലോ നാരായണക്ക് ഇതിൽ നിന്നും ആ ഒരു ക്ലൂ ലഭിക്കുകയുള്ളൂ. ഇതേ സമയം തന്നെ അബീര കോട്ടയിൽ കാണിക്കുകയാണ്. അവിടുത്തെ കൺട്രോൾ ഇപ്പോൾ ദുഃഖാറാമാണല്ലോ. ദുഃഖാറാം ഇപ്പോൾ ഒരു കത്തി എടുത്തുകൊണ്ട് ജയറാമിന്റെ അടുത്തേക്ക് വരികയാണ്. പ്രതികാരം, കണ്ണിന് കണ്ണ് എന്ന് പറഞ്ഞ പോലെ നിന്റെ വിരലുകൾ ഞാൻ മുറിച്ചെടുക്കുന്നു പറഞ്ഞിട്ട് ആ ഒരു കത്തിയുമായിട്ട് ഇപ്പോൾ ജയറാമിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ ദുഃഖാറാമിന് അത് ചെയ്യാൻ കഴിയുന്നില്ല, കൈ വിറക്കുകയാണ്. ഇപ്പൊ ജയറാം പറയാണ്, എടാ നിന്റെ രക്തം അത് ഒറിജിനൽ ആയിട്ടുള്ള അബീര രക്തമല്ല, വേലക്കാരിയിൽ ഉണ്ടായിരുന്ന വൃത്തികെട്ട ജന്മാണെന്ന്, നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ദുഃഖാറാം കൈ വിറച്ചുകൊണ്ട് ആ ഒരു കത്തി താഴെ വീണു പോവാണ്. എന്നാൽ ആ കത്തി എടുത്തുകൊണ്ട് ജയറാം അവന്റെ സ്വന്തം വിരലുകൾ മുറിക്കുകയാണ്. അതായത് അബീരകൾ എന്നാൽ അവറ്റകൾക്ക് ഒരിക്കലും ദയ, വേദന, പേടി, ഭയം ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ദുഃഖാറാം യഥാർത്ഥ അബീരയല്ല, അതുകൊണ്ടാണ് അവനിത് ചെയ്യാൻ പറ്റാതിരുന്നത്. എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് ദുഃഖാറാം അവിടുന്ന് പോവാണ്. അതേസമയം തന്നെ ജയറാമിനെ ജയിലിലേക്ക് മാറ്റുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞു, ഇയാൾ ഭയങ്കര ക്ഷീണത്തിലാണ്, ഭയങ്കരമായിട്ടുള്ള ഒരു മയക്കത്തിലാണ്. അതുപോലെ തന്നെ ഈ ജയിലിൽ തന്നെയാണ് ജയറാമിന്റെ ആൾക്കാർ എല്ലാവരും പൂട്ടി വെച്ചിരിക്കുന്നത്. അവിടെ നർസിയുണ്ട്, അതുപോലെ തന്നെ ജയറാമിന്റെ അച്ഛനായിട്ടുള്ള രാമരാമയുടെ വലങ്കൈ ആയിട്ടുള്ള ആ പ്രായമായിട്ടുള്ള ആളുമുണ്ട്. ഇപ്പൊ എല്ലാവരുടെയും അടുത്തേക്ക് ഇപ്പോ ഈ ഒരു ദുഃഖാറാം അതുപോലെ തന്നെ ദുഃഖാറാമിന്റെ വലങ്കൈ ആയിട്ടുള്ള ഗരിപ്പ രണ്ടുപേരും വരികയാണ്. ഒരു കത്തി ഇവരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ആ നിങ്ങളുടെ ബോസ് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ, ഉറങ്ങിക്കോട്ടെ, ഉണർത്തേ വേണ്ട, ദയ തോന്നി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാൽ ഈ കത്തി ഉപയോഗിക്കാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം ഇവിടെ ഈ ഒരു ദുഃഖാറാം പറയാണ്, അതായത് അബീരയല്ല, അബീരയുടെ രാജാവായിട്ടുള്ള ജയറാമിനെ ഇവര് കൊല്ലുകയാണെങ്കിൽ ഇവർക്ക് ഈ ജയിലിൽ നിന്നും മോചനം ലഭിക്കുമെന്ന് ഇത് പറഞ്ഞുകൊണ്ട് ദുഃഖാറാം ഇവിടുന്ന് പോകണം. അതുപോലെ തന്നെ ഇവിടെ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ അബീരകൾ എന്താ ചെയ്യാ, കൊല്ലണോ വേണ്ടയോ, ആ ഒരു കൺഫ്യൂഷനിൽ ഇവരങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ വെച്ച് ഞാൻ ഈ ഒരു ഭാഗം നിർത്തുകയാണ്. നാളെ തന്നെ ഇതിന്റെ 2ാം ഭാഗം ഉണ്ടാവും കേട്ടോ, തീർച്ചയായിട്ടും അത് നിങ്ങൾ കാണണം. ഒരു ഗംഭീര അവസാനം, നല്ല ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത ഭാഗത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. ഇനി ഒരു ദിവസം കഴിഞ്ഞാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ അവസാന സ്ക്രീനിൽ ഒരു വലിയ ബോക്സ് വന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ 2ാം ഭാഗത്തിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ബൈ, അടുത്ത ഭാഗത്തിൽ കാണാം.